അമ്മേ! മോട്ടു പത്ലു സഹായിക്ക. മോട്ടു വേഗം ഓണ്ടാറിയോയെ രക്ഷിക്ക. സഹായിക്ക. താങ്ക്സ് മോട്ടു ചേട്ടാ. മോട്ടു പത്ലു നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് പറഞ്ഞ പോലെ അത്രയും മോശക്കാരൊന്നുമല്ല. നിങ്ങളോട് പറഞ്ഞ പോലെയോ? ശരി ശരി. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോന്നായിട്ട് പറയണം. എല്ലാ ഡീറ്റെയിൽസും പറയ. കുറെ ദിവസങ്ങളായി ഇവിടെ ഒരു പുതിയ ക്രീച്ചർ വന്നിട്ടുണ്ട്. അത് ഏതാ ക്രീച്ചർ എന്ന് ആർക്കും അറിയില്ല. ഇതുവരെ ആരും കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ആരെയൊക്കെ വലിച്ചുകൊണ്ട് ആ ഗുഹയുടെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അവരൊരിക്കലും തിരിച്ചു വരികയില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നീ തുടക്കം മുതലേ ഞങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചില്ലേ? അതിന്റെ കാരണം എന്താണെന്ന് പറയേ. കാരണം നിങ്ങൾ എന്നെ ഒരു മോശക്കാരെ വിചാരിക്കുന്നു എന്ന് വാർത്ത വന്നു. പിന്നെ നിങ്ങൾ എന്നെ പിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോകത്രേ. പക്ഷെ ഞാനൊന്നും മോഷിച്ചില്ലല്ലോ. എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ സിംഗ സാർ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. മോട്ടു, ഈ ഓണ്ടോറിയോടെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. സിംഗ സാർ, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സാറിനോട് പിന്നീട് എല്ലാം വിശദമായി പറഞ്ഞു തരാം. മോട്ടു പത്ലു, അപ്പൊ ഞാൻ പോവുകയാണ്. എന്റെ ജീവനെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അതെ ചെങ്ങായി, നീ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാരിയോ, നീ എപ്പോഴും നല്ല ജാഗ്രതയോട് കൂടി ഇരിക്കണം. നമുക്ക് പിന്നീട് കാണാം. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുന്നു. ബൈ ബൈ ഉണ്ടാരിയോ, ബൈ 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 ബൈ. അവരെവിടെ പോയി? എവിടെ പോയി? ഇതെങ്ങനെയാണ് ഓരോ പ്രാവശ്യവും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കാണാതെ പോകുന്നത്? എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മുൻപേ അറിഞ്ഞ പോലെയാണല്ലോ പെരുമാറുന്നത്. പൊളിച്ചെടുത്തല്ലോ മമ്മി. എന്താണോ ജസിറ്റത്? സിറ്റുവേഷൻ ഇനി മോശമായിക്കൊണ്ട് പോവാണല്ലോ. എന്റെ അമ്മച്ചിയെ ഒന്ന് വേഗമാകട്ടെ. ഈ നഗരം മുഴുവൻ മെറ്റലുകൾ ചീത്തയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ മാത്രം രക്ഷപ്പെടുത്തിയോണ്ട് ഒരു കുന്തവും ആവുന്നില്ല. വലിയ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ആലോചിക്ക് എന്റെ അമ്മച്ചിയെ. ചേടാ എന്റെ ചങ്കേന്റെ ബ്രോ, വലിയ പ്രശ്നം തീർക്കാൻ വേണ്ടിയല്ലേ മോട്ടു മൊത്തവും പോയിരിക്കുന്നേ. അവരെ വിശ്വസിച്ചാൽ മാത്രം മതി സർ. പൊളിച്ചെടുത്തല്ലോ മോട്ടു പത്ലു, എന്തേലും വേഗം ചെയ്യൂ. ഇതൊക്കെ എന്തുവായി സംഭവിക്കുന്നത്? അതെ അതെ, ഞാനിപ്പോ അവിടെ എത്തിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരത്തിനകം ഞാനിപ്പോ അവിടെ എത്തും. ഓടിക്കോ ഇവിടുന്ന്. കിങ് ഹൈറൻസ, ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഈ സിംഹാസനം വിട്ട് ഇറങ്ങിയേ പറ്റൂ. വേറെ ആരെങ്കിലും രാജാവാക്കൂ. അപ്പോഴാണ് അദ്ദേഹം വന്ന് മെറ്റൽ സോമിനെ കണ്ടുപിടിച്ച് ഞങ്ങളെ രക്ഷിക്കൂ. എന്താ ഇത്? ആദ്യം കള്ളനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. അതിനുശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും രാജാവാക്കിക്കോളൂ. കള്ളനോ? ആരാണ് കള്ളൻ? വേഗം പറ. കള്ളൻ അവനാണ്. ഒണ്ടാരിയോടെ ID കാർഡ് അടിച്ചു മാറ്റിയ അതേ ആള് തന്നെ. അതെടുത്തോണ്ട് പോയി ഹോളി കേവിനുള്ളിൽ ഇട്ടവൻ തന്നെ. അപ്പോൾ സംശയം ഒണ്ടാരിയുടെ മേളിലേക്കല്ലേ പോവുള്ളൂ. അത് മാത്രമല്ല, ഞങ്ങൾ അവനെ പിടിക്കാൻ പോകുമ്പോഴൊക്കെ അവൻ ഒണ്ടോരിയോയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുമുണ്ട്. ആ സമയത്ത് ഒന്നിൽ ഒണ്ടാരിയോ രക്ഷപ്പെട്ടു ഓടിക്കളയും, ഇല്ലെങ്കിൽ അവന്റെ പേടി കൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കി കളയും. മോഷ്ടാവ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് സിൽവറട്ടോയെ നിങ്ങൾക്കെതിരായി പ്രവർത്തിപ്പിക്കുന്നവൻ തന്നെയാണ്. അപ്പോഴല്ലേ നിങ്ങൾ നിങ്ങളുടെ രാജസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുക. എന്നാൽ നോക്ക്, ഓണ്ടാരിയെ ഓടിയിട്ടില്ല. അവന് ഞങ്ങളെ ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അവൻ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്.
ഓണ്ടാരിയോയെയും ഞങ്ങളെയും വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്നവനാണ് കള്ളൻ. കാരണം അപ്പോഴല്ലേ അവന്റെ മേലെ യാതൊരു സംശയവും തോന്നാതിരിക്കുക. നിങ്ങൾ രണ്ടുപേരും എന്താ വീണ്ടും വീണ്ടും എന്നെ നോക്കി സംസാരിക്കുന്നേ? എനിക്ക് തോന്നുന്നത് കള്ളൻ ഞാനല്ല, നിങ്ങളാണെന്നാ. നിങ്ങൾ ഓണ്ടാരിയോന്റെ ഒപ്പം ചേർന്ന് ചതിക്കുകയല്ലേ? ഓണ്ടാരിയോനെ പിടിക്കാൻ വേണ്ടി ഞാൻ എപ്പോ ഇൻഫർമേഷൻ തന്നാലും നിങ്ങൾ അവനെ പിടിക്കാതെ ഓരോ തവണയും രക്ഷിക്കുകയല്ലേ? എന്ത്? എനിക്ക് സിൽവറാട്ടോ പറയുന്നതാണ് സത്യമെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞേ? ഞങ്ങളെ സംശയിക്കുന്നു. മൊത്തത്തിലും എനിക്ക് വീട്ടിൽ പോണം. ഇനി ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോണം. എന്റെ മോട്ടു, നീ ഒന്ന് നിർത്ത്. എന്തിനാ ഇങ്ങനെ കുട്ടികളെ പോലെ കിടന്ന് കരയുന്നേ? കിങ് ഐറോൺസാ, നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്തോ കലർന്ന് നിങ്ങളുടെ ബ്രെയിൻ കേടുവരുത്തുന്നവൻ തന്നെയാണ് ആ കള്ളൻ. നിങ്ങളെയും പൊക്കിയെടുത്തുകൊണ്ട് കേവിലേക്ക് പോയി. അപ്പോഴല്ലേ നിങ്ങളുടെ റോയൽ ഡയമണ്ടിന്റെ സഹായത്തോടെ ഹോലി കേവിലേക്ക് പോകാൻ കഴിയൂ. അപ്പൊ പിന്നെ വേഗം പറ കള്ളനാരാന്ന്. ഞാൻ അയാൾക്ക് വലിയ ശിക്ഷ നൽകാം. ആ കള്ളന്റെ അടുത്ത് സ്പൈഡർ പോലെ എന്തോ ഒരു ക്രീച്ചർ ഉണ്ട്. അത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. ധൃതിയിൽ കള്ളൻ തന്റെ തുണിയിൽ നിന്ന് സ്പൈഡറിന്റെ വെബ് പീസ് വലിച്ചെറിയാൻ മറന്നു പോയി സാർ. കള്ളന്റെ തുണിയിൽ സ്പൈഡർ വെബിന്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടായിരുന്നു സാർ. അത് ഒട്ടിപ്പിടിച്ചിരിക്കും. മുൻപോട്ട് കടന്നു വരൂ, ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ തുണിയും ഒറ്റയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. അതിനുശേഷം ടിൻറ്റിൻ സാറിനോട് അവന്റെ ഫോൺ നമ്പർ എടുത്ത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിരുന്നു. കാരണം അയാളല്ലേ സിൽവറട്ടോയെ ഇത് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം സിൽവറട്ടോ മുഖേന ഓണ്ടാരിയോക്ക് ഫോൺ ചെയ്ത് ഞങ്ങൾ പോവാൻ പോകുന്ന കാര്യവും പറഞ്ഞിരിക്കുന്നു. ഇത് എന്റെ നമ്പർ ആണല്ലോ. നിങ്ങൾ പറയുന്നൊക്കെ കേട്ടപ്പോ എനിക്ക് സിൽവറാട്ടോ ആണ് കള്ളൻ തോന്നുന്നു. കിങ് ഐറോൺസാ, അവസാന തെളിവോട് കൂടി ഞങ്ങൾ ഈ കേസ് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ലോകത്തിൽ ഒരു പഴമൊഴിയുണ്ട്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന്. മിക്കി, കാണിച്ചു കൊടുക്ക്. ഹലോ ഗൈസ്, ഇപ്പൊ കള്ളനാരാണെന്ന് ഞാൻ കാണിക്കാം. സോ ഫ്രണ്ട്സ്, കണ്ടില്ലേ? ഇറ്റ്സ് സൊറാന്റോ. ഇതാ മിസ്റ്റർ ടിൻറ്റിൻ. ചേടാ, ഇവിടെ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നേ? അതെ കിങ് ഐറോൺസാ, ഞാൻ ചെയ്ത പ്ലാൻ മുഖേന മിക്കി ഈ സമയത്താണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. സ്പൈഡർ നിങ്ങളുടേതല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഒളിഞ്ഞിരുന്ന് നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ചെക്ക് ചെയ്തത്? കള്ളൻ നീ തന്നെയാ. കാരണം നിനക്കാണ് രാജസിംഹാസനം ആവശ്യമുള്ളത്. കള്ളൻ നീ തന്നെയാണ്. നീ തന്നെയാണ്. അതെ അതെ, ഞാനാണ് കള്ളൻ. ഞാൻ തന്നെയാണ് കള്ളൻ. മോട്ടു, പാത്തലോ, നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ പ്ലാൻ തന്നെ നശിപ്പിച്ചല്ലേ. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടാ പ്ലാൻ ചെയ്തത്. ഇപ്പൊ എന്റെ മൊത്തം പ്ലാനിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ആ ക്രീച്ചറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ആ ക്രീച്ചർ തന്നെ ഞാനാണ്. ഐ ആം ദ ക്രീച്ചർ. എന്താ ഇതൊക്കെ? എന്ത് ക്രീച്ചറാണ് ഇത്? എന്റെ അമ്മോ, ഇതെന്താണ് സാധനം? സ്പൈഡർ ആണോ അതോ മനുഷ്യനാണോ? ഇത്തരം ജന്തുനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രക്ഷിക്കണേ. ഇപ്പൊ മനസ്സിലായോ ഡ്രാഗൺ എന്തിനാണ് തന്റെ വലയിൽ വീഴ്ത്തിയതെന്ന്? കാരണം ഇയാൾ തന്നെയാ. കള്ളനെ മടി വെച്ചുകൊണ്ട് നമ്മൾ ഈ ലോകം മുഴുവനും തിരയുകയായിരുന്നല്ലോ ഈശ്വര. ഞാനാണ് രാജാവിന്റെ ഭക്ഷണത്തിൽ മയക്കമരുന്ന് മിക്സ് ചെയ്തത്. കിങ് ഐറോൺസ സന്തോഷായിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. സംഭവിച്ച ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണം പുള്ളിയുടെ ജീവിതം തന്നെ മാറ്റി മറയ്ക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇത് എനിക്ക് എന്തായി സംഭവിക്കുന്നത്? എനിക്ക് എന്താ തല കറങ്ങുന്നേ? ആരെങ്കിലും ഉണ്ടോ? രാജാവ് ബോധം കെട്ട് വീണു. കിങ് ഐറോൺസ് ഇല്ലാതെ എനിക്ക് ആ ഗുഹയുടെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ലിഫ്റ്റിന്റെ കതകും തുറക്കില്ല. മെറ്റൽസ് ഉള്ള ആ കേവിന്റെ അകത്തും കയറാൻ പറ്റില്ല.
അതുകൊണ്ട് രാജാവ് ഉറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് ഞാൻ ആ മൗണ്ടൈൻ്റെ അടുത്തേക്ക് പോയത്. ഞാൻ കേവിന്റെ അകത്തേക്ക് പോയി മെറ്റാൽസോ എടുത്തു. പിന്നെ വീണ്ടും രാജാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കിടത്തി. ചതിയാ, വഞ്ചക, എന്റെ ആളായിട്ട് നിന്നിട്ട് എനിക്കെതിരെ തന്നെ കരുക്കൾ നീക്കുകയായിരുന്നോ? സൈനികരെ, ഇയാളെ പിടിക്ക്. പിടിച്ചോ, പക്ഷെ മെറ്റാൽസോ കിട്ടില്ല. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. കുറച്ചു നേരത്തിനകം എല്ലാം തന്നെ കഴിയും. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്നെ രാജാവാക്കി ഇരുത്ത്, അല്ലെങ്കിൽ ഇടലോ എല്ലാം തന്നെ കാലിയാകും. വേണ്ട വേണ്ട, രാജസിംഹാസനത്തിനേക്കാളും എനിക്ക് ജനങ്ങളുടെ ജീവനാണ് പ്രിയങ്കരം. അതുകൊണ്ട് ഇത് മെറ്റൽ വേഴ്സിന്റെ ലോക്കിന്റെ റോയൽ കീ ആണ്. ഇന്നാ നീ തന്നെ രാജാവായിക്കോളൂ. കിങ് ഐറോൺസ്, അത് ചെയ്യാൻ നിങ്ങളെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങളുടെ ലോകവും അപകടത്തിൽ തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് എല്ലാവരെയും രക്ഷിക്കണം. അതത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ഇന്നാ, മോട്ടു. എന്താ? വേണ്ട, എന്നെ വിട്. മോട്ടു, ഇത് സൂക്ഷിച്ചു വെച്ചോ. ചേട്ടാ, നിങ്ങൾ കലക്കിയല്ലോ. സുഹൃത്തുക്കളെ, ഇന്ന് തൊട്ട് മോട്ടുവാണ് മെറ്റൽ വേഴ്സിന്റെ രാജാവ്. കിങ് മോട്ടു, ആജ്ഞാപിക്കൂ, എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമുക്ക് ഈ സുരണ്ടോയുടെ ബുദ്ധി നേരെയാക്കണം. ധീരന്മാരെ, സുരണ്ടോയെ പിടിക്ക്. സുരാണ്ടോ, ഇനി നിനക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണ്ട. സുരാണ്ടോ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല മോട്ടു പത്തലു. വരൂ സുരാണ്ടോ. പൊളിച്ചെടുത്തല്ലോ.
ഇത് നേരെയായിട്ടോ. ഓക്കേ. നോക്കണം, ശ്രദ്ധിച്ചു വേണം ഡോക്ടർ ചക്ക. ശരി, പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ചക്ക. ഇതൊക്കെ പൊട്ടി ഇപ്പൊ താഴേക്ക് വീഴുന്ന തോന്നുന്നത്. എന്തൊരു ഭാരം. അത് തീർന്നു. Don't worry, ഗസിറ്റാറാം. ഇനി ഇവിടെ ഒരു സാധനവും പൊട്ടില്ല. അയ്യോ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പൊളിച്ചെടുത്തല്ലോ. അയ്യോ, എന്നെ രക്ഷിക്കാൻ. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ലോകം മുഴുവനുമുള്ള ജനങ്ങൾ വളരെ പരിഭ്രാന്തരാണ്. ആ, സാറ്റലൈറ്റ് പൊട്ടിപ്പോകുന്നു. ആ, ആ, കമ്പ്യൂട്ടറുകളെല്ലാം ജാം ആകുന്നു. ഐ തിങ്ക് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി വേൾഡ്. എന്റെ അമ്മോ, എന്താണ്? ഏയ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ലോകം നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. ആ ദ്രോഹി, ആ ദുഷ്ടൻ സൊറന്റോവിനെ തെരയാൻ വേണ്ടി. അവനിപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. ഗൈസ്, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു സ്ഥലം കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, ഈ ഡെസേർട്ട് കാണുമ്പോ തന്നെ പേടിയാവുന്നു. മമ്മി, സോറാൻഡോ, നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മോട്ടു ചേട്ടനും സൊറന്റോയ്ക്കും ഇടയിൽ ഒരു ഭയങ്കരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓയ്ഷ്, എങ്ങോട്ടാണ് രക്ഷപ്പെട്ടോടാൻ നോക്കുന്നത്? അവിടെ നിൽക്ക് സോറാൻഡോ. ഓയ്ഷ്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. സൊറാൻഡോ, മെറ്റാൽസോ എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറയേ, ഇല്ലെങ്കിൽ ലോകം തന്നെ നശിച്ചു പോകും. ഓയ്, മെറ്റാൽസോ എവിടെയാണെന്ന് പറയൂ സൊറാൻഡോ. ഓയ്, ഓയ്. സൊറാൻഡോ, നിന്റെ കളി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് മെറ്റാൽസോ എവിടെയാണെന്ന് പറയേ. ചെന്ന് തെരഞ്ഞു കണ്ടുപിടിച്ചോ. പക്ഷേ അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ തീർക്കുമല്ലോ. നിനക്ക് രാജാവാകണമല്ലേ? രാജാവാകണമല്ലേ? മറ്റുള്ള ലോകങ്ങളെല്ലാം ഇങ്ങനെ ദ്രോഹിക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഇന്നാ രാജാവാക്. ഇതെന്താ തടഞ്ഞിരിക്കുന്നേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ സൊറാൻഡോ. പത്രു ചേട്ടാ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേ. കിങ് ഐറോസ, സിൽവർ അട്ടോ, നമുക്കിപ്പോ മോട്ടുവിനെ സഹായിച്ചേ പറ്റൂ. വേഗം വരൂ. എവിടെ പോയി? മര്യാദയ്ക്ക് നിർത്ത് സൊറാൻഡോ. ഓ എറോൻസോ, അപ്പൊ നീ എത്തിയോ? നിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് സ്വാഗതം ചെയ്യണമല്ലോ. സൊറാൻഡോ, ചേട്ടാ, മോട്ടു ഇത് എവിടെ പോയി? സൊറാൻഡോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്.
Watch India's largest kids library only on Jio Hotstar. Download the app now.